ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കേട്ടോ. കർണാടക ഡിസ്ട്രിക്റ്റിൽ സുള്ളിയ താലൂക്കിലാണുള്ളത്. സുള്ളിയ അപ്പോൾ സുള്ളിയങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. അതായത് കാസർഗോഡ് നിന്ന് അത്ര ദൂരമൊന്നുമില്ല, ഒരു 70 കിലോമീറ്ററിൻ്റെ അടുത്താണ് കാസർഗോഡ് നിന്ന്. പക്ഷേ ഇത് കർണാടക, കേരള അല്ല, കർണാടകയാണ്. അപ്പോൾ സുള്ളിയയിൽ നാഗൂർ എന്നുള്ളതാണ് ഈ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ വന്നത് റംസീനാനെ കാണാനാണ്. നമുക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. റംസീനയ്ക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണ് അവളെ വീട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് അനുശോധിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ റംസീനാൻ്റെ വീട്. ഇതാണ് കേട്ടോ റംസീന. ഒക്കെ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ജസ്റ്റ് ചെറിയൊരു വലിച്ചിൽ പോലെയുള്ളൂ കേട്ടോ. നിങ്ങൾ റംസീനാന്റെ ഏട്ടത്തെയാണ്. ചെറിയൊരു ബുദ്ധിമുട്ട്, കാത് കുറച്ച് കേൾക്കുന്നില്ല. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ റംസീനക്ക് നടക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? നടക്കാൻ ബുദ്ധിമുട്ടില്ല, ചെറുങ്ങനെ കുറച്ച് മോട്ടിക്കും കാല്, പിന്നെ കാത് കുറച്ച് കേൾക്കുന്നില്ല. കാത് അപ്പൊ കേൾക്കുന്ന ദൂരത്തില് കേൾക്കുന്നത്. പിന്നെ സംസാരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കുറച്ച് സംസാരിക്കും. കുറച്ച് എന്ന് പറഞ്ഞാല് ഉമ്മ, ഉപ്പ, ഇഞ്ഞ, ചായ, അപ്പോ അതുപോലെ സംസാരിക്കും. ചെറിയ വേർഡ്സ്, രണ്ട് വേർഡ്സ് ഉള്ളത്. പിന്നെ നല്ലോണം സംസാരിക്കും. നമ്മളെ പോലെ ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്നില്ല. പിന്നെ അവളെ പണി ഉടനെ എടുക്കും. ബാത്റൂം പോ എല്ലാം ആക്കും. എല്ലാ പണിയും ഉടനെ എടുക്കുന്നു. അവളെ പണി തലഭാരവും അവളെ പണി ഉടനെ എടുക്കുന്നത്. നമ്മള് പറയാൻ നോക്ക് കേൾക്കൂന്നാണോ? പറയുന്നത് കേൾക്കുന്നില്ല. പറയുന്നത് നല്ലോണം ജോറിൽ പറയണം. നല്ലോണം ജോറിൽ നല്ലോണം പട്ടാക്കിന്റെ സൗണ്ട് എല്ലാം എങ്കിൽ നല്ലോണം കേൾക്കും. അതെല്ലാം കേൾക്കൂ. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ അവളോട് സംസാരിക്കാറ്? ആംഗ്യ ഭാഷയാണോ? അല്ല, നമ്മളെ ബായിലാണ് പറയൂ. ഉമ്മ, ഉപ്പ. അല്ല, നിങ്ങൾ വേറെ ഉമ്മ ഉപ്പ അല്ല, ആംഗ്യ ഭാഷയായിട്ട് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ബായിലെന്നെ പറയൂ, കുറച്ച് കയ്യിലിങ്ങനെ ആക്കിട്ട് ആക്ഷൻ കാണിക്കും. ബായ് പറയാൻ നോക്ക്, മനസ്സിലാവോ? മനസ്സിലാവും, ബായിൽ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോ നിങ്ങൾ ഇവിടെ മലയാളാണോ? മലയാളം. കർണാടകയിലാണെങ്കിലും നിങ്ങൾ വേറെ ഭാഷയല്ലേ? കന്നഡ. കന്നഡയാണ് ഇവിടെ മെയിൻ ആയിട്ട്. പക്ഷെ നിങ്ങൾക്ക് മലയാളം അറിയാലോ എല്ലാവർക്കും. അവളെ കാലിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറൂലേ? ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറിയിട്ട് ഇത്രയും ആയത്. ട്രീറ്റ്മെന്റ് നല്ലോണം എടുത്തിട്ടുണ്ടായിന്. നല്ലോണം മംഗളാരത്തെല്ലാം മണിപ്പാലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് എണ്ണയെല്ലാം തേച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ട്, പിന്നെ അതിനുള്ള ഷൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്. അതെല്ലാം ഇട്ടിട്ട് കുറച്ചും കൂടി ഇത്രയായിട്ട് കിട്ടിയത്. അപ്പൊ ആദ്യം ഇതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ നടക്കാന്? നല്ലോണം ഉണ്ടായിന്, കടന്നിട്ടേ ഉണ്ടായിന്. പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ട് ഇത്രയും അൽഹംദുലില്ലാ ഇത്ര ആയിട്ട് കിട്ടിയത്. ഇപ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടുന്ന് മാസം തികയാതെ പ്രസവിച്ചുണ്ടായി, മാസത്തിൽ പ്രസവിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നല്ല. പിന്നെ ചെവിന്റെ നമ്മള് ഇയർഫോൺ വെച്ചാലേ ഒക്കെ കേൾക്കുവാ. പക്ഷെ അവള് അത് വെക്കുമ്പോ ചിലപ്പോ വേദന ഉണ്ടാവും, ചെറിയ സൗണ്ട് പോലും കേട്ടിട്ട്. റംസീനക്ക് എത്ര വയസ്സായി? 26. നമ്മളിപ്പോ കല്യാണാലോചനകള് നോക്കിയില്ലായിരുന്നോ? ഇതുവരെ നോക്കിയിട്ടില്ല. നല്ല ആലോചന. നിങ്ങള് കേരളത്തിൽ നിന്നാണോ നോക്കുന്നതല്ല ഇവിടെ കർണാടക തന്നെയാണോ? എന്താ നല്ലൊരു ബന്ധം വന്നെങ്കിൽ കുടുംബവും എവിടെ ഒക്കെ പറ്റും നിങ്ങൾക്ക്? ജില്ലകൾ കണ്ണൂരായെങ്കിൽ പ്രശ്നമില്ല. കണ്ണൂര്, കാസർഗോഡ് പറ്റുമോ? കണ്ണൂര്, കാസർഗോഡ്, പിന്നെ കോഴിക്കോട് പറ്റുമോ? കോഴിക്കോട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണോ വേണ്ടേ? അതാണ് നല്ലതായിന്. ഓളെ നല്ല നോക്കിയാ മതി. അപ്പൊ നമുക്ക് കാസർഗോഡ്, കണ്ണൂര് അല്ലേ, പിന്നെ കോഴിക്കോട് കുഴപ്പമില്ല. പിന്നെ ഈ ഡിസ്ട്രിക്റ്റിലെ ഈ ഏരിയയിലുള്ളത് മാക്സിമം കോഴിക്കോട് വരെ അല്ലേ? കോഴിക്കോട് വരെ നമുക്ക് നോക്കാന്നാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അല്ലേ? അതെ അതെ. കുക്കിംഗ് ഒന്നും അറിയില്ല. കുക്കിംഗ് അങ്ങനെ അറിയില്ല അല്ലേ? കുക്കിംഗ് ഇതുവരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ആക്കാൻ വേണ്ടിട്ട് നമ്മള് അല്ലാണ്ട് വേറെ ചെറിയ പണിയെല്ലാം എടുക്കൂ.
പിന്നെ കുക്കിങ്ങിൽ വെച്ചെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇളക്കാനോ പിടിക്കാനോ എനിക്കെല്ലാം ഹെൽപ്പാക്കൂ. പാത്രമെല്ലാം അടിക്കൂ, തോർത്തു, തുണിയെല്ലാം മടക്കിയിട്ട് വെക്കൂ, അങ്ങനത്തെ എല്ലാ പണിയെല്ലാം എടുക്കൂ. കുക്കിംഗ് മാത്രമേ അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ. ഓക്കെ, വേറെ ബുദ്ധിപരമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? ഒന്നും മെഡിസിൻ സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നൊന്നും ഇല്ലല്ലോ? ഈ ഒരു കാലിന്റെ ഇതും നിന്നെ സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലേ? കാലിന്റെ ഇതും പറയാനൊന്നുമില്ല. പക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോ ഒക്കെ ഒറ്റ നടക്കാൻ പറ്റുമോ? കറക്റ്റ് ലെവൽ റോഡിൽ നടക്കാൻ പറ്റൂ. അല്ലാണ്ട് ഈ വളവുള്ള ചെടി ഇതുള്ള അത് തന്നെ. ഓ, നിങ്ങളെ ഭാഷ അത് കുഴപ്പമില്ല, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതായത് ഈ ചരളും ഒക്കെ ഉള്ള പിന്നെ പൊന്തിയും താണൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് നിരപ്പുള്ള സ്ഥലത്തുനിന്ന് ഒക്കെ അങ്ങനെ നടക്കാൻ പറ്റും. അത് കാലിങ്ങനെ ഉരച്ചാണ് നടക്കുക അല്ലേ? കാല് പൊന്തിച്ച് വെച്ചിട്ട് നടക്കാനൊക്കെ ആവില്ല അല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരാള് ജസ്റ്റ് കൈ ഒന്ന് പിടിച്ചാ അവള് നടന്നോളൂ, കുഴപ്പമില്ല. അതെ, അങ്ങനെ നടന്നോളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ അതാണ് അവളെ ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ച് അവള് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ പറ്റുമോ? മാക്സിമം ഒരു 33 വയസ്സിന്റെ ഉള്ളിലുള്ള അല്ലേ? അപ്പൊ ആദ്യ വിവാഹമല്ലേ നമ്മൾ നോക്കുന്നത്? ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആദ്യ വിവാഹം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. അപ്പോൾ എത്ര വരെ അവൾ പഠിച്ചേ? അങ്ങനെ പഠിച്ചില്ല അല്ലേ? അവളെ പേരല്ലേ എഴുതു, പേര് എഴുതു, ഫോൺ ആക്കിട്ട് കൊടുക്കും ഉമ്മാക്ക്. ഉമ്മാന്റെ പേര് എഴുതു, ഉപ്പാന്റെ പേര് എഴുതു, അതെല്ലാം ആക്കൂ. പിന്നെ എന്തെങ്കിലും നോക്കിയിട്ടല്ലോ ഇങ്ങനെ ഉദാഹരണങ്ങളെ എഴുതിട്ടെല്ലാം കൊടുക്കും കുട്ടികൾക്ക്. ഇങ്ങനെ കോപ്പി അത് ഇതെല്ലാം നോക്കിയിട്ടല്ലേ എഴുതു, അതെല്ലാം ആക്കൂ. പക്ഷെ അല്ലാണ്ടുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇല്ല അല്ലെ? അപ്പൊ അവളോട് നമുക്ക് എഴുതിയിട്ട് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല അല്ലെ? അതൊക്കെ അറിയില്ല. ഫോണിൽ അറിയാവാ? ഫോണില് വീഡിയോസ് ഓപ്പൺ ആക്കുന്ന, വീഡിയോ എല്ലാം നോക്കുന്ന, പിന്നെ നമ്പറുള്ള എഴുതി കൊടുത്തെങ്കിൽ നമ്മളെ നമ്പറുള്ള ഉമ്മാക്ക് അടിച്ചിട്ട് ഫോൺ ആക്കിയിട്ടുള്ള കൊടുക്കുന്ന, അതെല്ലാം. വാട്സപ്പ് ഒന്നും അങ്ങനെ വാട്സാപ്പില് വീഡിയോസ് ഇതാക്കുന്ന മാത്രമല്ല, ചാറ്റിംഗ് ആക്കാനൊന്നും ആവില്ല. അങ്ങനെ പിന്നെ ടൈപ്പ് ചെയ്യാനും അങ്ങനത്തെ ചാറ്റിങ് കാര്യങ്ങളൊന്നും ഒക്കെ അറിയില്ല അല്ലേ? അതെ അതെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഹസ്ബൻഡ് വരുമ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വലിയ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് അവളെ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അവളെ കാര്യങ്ങൾ? വേറെ ഒന്നുമില്ല, സൈലന്റ് ആണ്. പിന്നെ ഇത് നല്ല ഒരു ഭയങ്കര നാണക്കേട് ജാസ്തി. ഒരു ഇങ്ങനത്തെ കുട്ടികൾ, ചില കുട്ടികൾ നല്ലോണം ഉപദ്രവിക്കും, ഇങ്ങനെ വേറെ ആളുകൾ കാണാൻ പോലെ നല്ലോണം ഇതാക്കും. ഇതങ്ങനല്ല, ഒരു നാണക്കേടും. പിന്നെ കുട്ടികളെ നല്ല കെയർ ആക്കും, നല്ല ജാഗ്രത, നല്ല ഒരു നീറ്റും ക്ലീനും എല്ലാം ഉണ്ട് അവൾക്ക്. അങ്ങനത്തെ പാവാണ്, സൈലന്റ് ആണ്. പിന്നെ എല്ലാത്തിലും ഒരു ഇത് നല്ലോണം നമ്മളെക്കാട്ടി നല്ലോണം ഒരു ഇതുണ്ട്, ശ്രദ്ധയുണ്ട്, എല്ലാത്തിലും കെയറിങ് ഉണ്ട്, എല്ലാത്തിലും ഒരു കെയറിങ് ഉണ്ട്. അതെ, അതാണ് അവളുടെ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകൾ പല സ്ഥലത്തുനിന്ന് വിളിക്കൂ. അപ്പോൾ നല്ലപോലെ അന്വേഷിക്കണോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആളുകൾ കോളുകൾ വരിക എന്നുള്ളത്. അപ്പോൾ പുതിയൊരു സിം എടുത്തിട്ട് നമ്പർ തന്നെ വിളിച്ച് പറഞ്ഞു തരണോ. ഫോൺ മാക്സിമം ആണുങ്ങൾ തന്നെ എടുക്കുക. പിന്നെ ആർക്കോളെ ഫോട്ടോയും വീഡിയോ കോൾ വിളിച്ചാലും ഒന്നും എടുക്കണ്ട. കാരണം നമ്മൾ വീഡിയോ പരമായിട്ട് ചെയ്യുന്നത് അവളെ കാണാൻ വേണ്ടിയിട്ടാണ്, കണ്ടിഷ്ടപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കോളിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത്താ, നിങ്ങൾ എത്ര മക്കളാ? നമ്മൾ 5 പേര്. 5 പേര്. എത്ര ആൺകുട്ടികളാ? 2 ആണും 3 പെണ്ണും. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞു. ഓളെ ഏറ്റവും ചെറുത് റംസി. ഉപ്പ എന്താ ചെയ്യുന്നേ? ഉപ്പാക്ക് കടയുണ്ട്, ഒരു എന്ത് കടയാ? ഫ്രൂട്ട് കട. അവിടെയാണ് ആങ്ങളമാര്? ആങ്ങളെ ഉപ്പ ഒന്നിച്ചിട്ട്, പിന്നെ ഒരാങ്ങള് വേറെ ഒരു ഷോപ്പില്. ഇവിടെ തന്നെ അല്ലേ? ഇത് കറക്റ്റ് നമ്മൾ സുള്ളിയത്തുനിന്ന് ഒരു എത്ര കിലോമീറ്റർ ഇവിടത്തേക്ക്? ഒരു 3-4 കിലോമീറ്റർ ഒക്കെ അല്ലേ ഉള്ളൂ. ഈ സ്ഥലത്ത് കറക്റ്റ് സ്ഥലത്തിന്റെ പേര് നാവൂർ, ഗാന്ധിനഗർ. ഓക്കെ. അപ്പൊ ഈ ഏരിയയിലുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കൂ. പിന്നെ ഈ കൊടക് ആ ഏരിയ ഒക്കെ അല്ലേ, അതൊക്കെ ഈ ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കേരള ആണെങ്കിലും കുഴപ്പമില്ല. ജില്ലകൾ ഇവർ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ദൂരത്തേക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കോഴിക്കോട് ജില്ലേൻ്റെ അപ്പുറത്തോട്ട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുള്ളത്, കേരളത്തിൽ നിന്ന്
ഇത് ഒരുപാട് ദൂരെയാണല്ലോ, ഇവിടെ ഒരു കല്യാണം കഴിച്ച് ആരും അറിയില്ലല്ലോ, നാട്ടിലൊന്നുണ്ട് എന്നാൽ ഇവിടെ ഒന്ന് കെട്ടാന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട. അതിന് ഇവർക്ക് താല്പര്യമില്ല. ഇവർ ഈ മോക്ക് ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടത്. പോലെ ആദ്യം തന്നെ പറഞ്ഞത് അതാ പറ്റിക്കുന്ന പോലൊക്കെ ഉണ്ടാവുമോയെന്ന്. ആ ഒരു ടെൻഷനാണ്. അങ്ങനെയുള്ള ആരും വരണ്ട. തീർച്ചയായിട്ടും അത് കല്യാണത്തിൻ്റെ എന്താ പറയുക, അതൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കും. അങ്ങനെ ചതിക്കുന്ന ആൾക്കാരും നിലവിൽ ഭാര്യമാരുണ്ടായിട്ട് ദൂരമായതുകൊണ്ട് ഒളിച്ചു കെട്ടാന്നുള്ള തീരുമാനത്തിലുള്ള ആരും വരണ്ട. ഓളെ മരണം വരെ ഹാപ്പി ആയിട്ട് നോക്കും എന്നുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടി. അത്രയും നല്ല മോളാണ്, ഓളെ നല്ല സ്മാർട്ടാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് ഓക്ക് ജന്മന. അപ്പോൾ ആ ഉമ്മ പറഞ്ഞല്ലോ അതങ്ങനെ വന്ന്, അത് ഓളെന്ത് ചെയ്യാനാണ്, ഓളെ കുറ്റമല്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി കൊടുക്കുക. നിങ്ങളൊക്കെ കൂടെ നിൽക്കുകയാണ് കേട്ടോ വേണ്ടിയത്. എങ്ങനെ ഇപ്പോൾ ഓളങ്ങനത്തെ ഏജിലുണ്ടാളല്ല, കല്യാണം കഴിഞ്ഞിട്ടല്ല പോയി, ഇപ്പം ചുറ്റുമുറ്റും ഉണ്ടാളല്ല. അപ്പോൾ ഓൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിന്, ഞങ്ങൾക്കും കല്യാണം കഴിക്കണം, ഞങ്ങൾക്ക് സാരി എടുക്കണം, ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് ആക്കണം, പിന്നെ എൻഗേജ്മെൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തരുമോ എല്ലാം കണ്ടിട്ട് ഓൾക്കും ഒരു ആശ തോന്നിയത് എല്ലാം. അപ്പോൾ നമ്മളെ അടുത്തുള്ള പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനത്തെ ചെക്കൻ വരൂ, ചെറിയ ചെക്കൻ വരൂ, വലിയ ചെക്കൻ വരൂ, അങ്ങനെയല്ലേ ചോദിച്ചോ, എങ്ങനെയല്ലേ നമ്മളെ അടുത്തല്ലേ ചോദിക്കും, നമ്മളെ അടുത്ത് എല്ലാ അങ്ങനത്തെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കും. അതെ 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 അതെ, തീർച്ചയായിട്ടും ഓളെ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും. ഞാൻ അങ്ങനെ വേഗം നടക്കുമെന്ന് പറഞ്ഞു കൊടുത്തേ അവളോട്, കല്യാണം പെട്ടെന്ന് നടക്കുമെന്ന് കേട്ടാ. ഓക്കെ, ഹാപ്പി ആയിട്ട് കേട്ടാ. ചിരിച്ചേ, ചിരിക്കേ. നാണക്കേട് എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശിച്ചത് ഇങ്ങനെ, പിന്നെ ഒരു ലജ്ജ, അതായത് ഇങ്ങനെ പബ്ലിക്കിൽ വരാനും അങ്ങനെ സംസാരിക്കാനുള്ള അതൊരു നല്ല ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും. അതെ നമ്മളെ അടുത്ത് തന്നെ നല്ല ബുദ്ധി പോലെ പറഞ്ഞു തരും, ഇങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട നല്ല അങ്ങനെയല്ലേ പറയും. നമ്മളെ അടുത്തൊക്കെ തന്നെ എല്ലാ ബുദ്ധിയെല്ലാം പറഞ്ഞു തരുള്ളൂ. കുട്ടികളെ നല്ല കെയർ ആക്കൂ. അതെ, മാഷാ അല്ലാ. ആയിക്കോട്ടെ ഇക്താ, വേറെ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അതെ റംസീന, ബൈ. അപ്പൊ എത്രയും പെട്ടെന്നോളെ കല്യാണം നടക്കട്ടെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, റംസീനാൻ്റെ ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഒരു 2 വലിയ വീടൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ രീതിയിലുള്ള ആൾക്കാരും പൈസ കൊണ്ട് വരുന്ന പോലെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒളിച്ച് വിവാഹം ചെയ്യാന്നുള്ളവരും വരരുത്. ആത്മാർത്ഥമായിട്ട് ഓളെ മനസ്സിലാക്കി ഓളെ കെയർ ചെയ്യുമെന്നുള്ള ആളെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ നോക്കുന്നത്. അത്രയും പാവമായിട്ടുള്ള മോളാണ്. ഓള് ദേഷ്യം പിടിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറും ഒക്കെ ഇല്ല, സൈലൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യും. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൈ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പോലെ വരെ കൈ പിടിച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുവന്നത്, അതേപോലെ ഒന്ന് കൈ പിടിച്ചാൽ മതി. പിന്നെ അവൾക്ക് ഇത്ത പറഞ്ഞ കേട്ടില്ലേ, ഇപ്പോൾ ഓക്കിപ്പോൾ 26 വയസ്സായി. ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ചുള്ള ഓരോ സങ്കല്പങ്ങളും ഓരോ പിന്നെ മറ്റുള്ള കുട്ടികളെ കാണും പോലെ കറങ്ങാൻ പോകണം, അതുപോലെ ഡ്രസ്സിങ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ, അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ മുമ്പിൽ ഇവളൊക്കെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ മക്കളൊന്നും കല്യാണം നടക്കാതായി പോരുത്. അങ്ങനെ നടക്കാതായി പോയാൽ അതിന് നമ്മൾ ഓരോരുത്തരാണ് ഉത്തരവാദികൾ എന്നുള്ളത് എപ്പോൾ നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ ഒരു കാര്യമൊക്കെ വരുമ്പോൾ അതിൽ അനാവശ്യമായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡത്തരങ്ങൾ നമ്മൾ കാണിക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് പറയാനേ പറ്റൂ. നിങ്ങൾക്ക് വിവേക ബുദ്ധി ഉള്ള ആൾക്കാരെ ചിന്തിച്ചിട്ട് അങ്ങനെ പെരുമാറണം കേട്ടോ. എല്ലാവരും കൂടെ നിൽക്കണം. അവളെ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം ഇൻഷാ അല്ലാ. ഏറ്റവും നല്ലൊരാൾ കേട്ടോ, മനസ്സിലാക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരാൾ. വലിയ ജോലി, ഭയങ്കര സെറ്റപ്പ്, വലിയ പൈസക്കാർ അങ്ങനെ ഒന്നും നോക്കുന്നൊന്നുമില്ല. ഓളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, മരണം വരെ ചേർത്ത് പിടിക്കുന്ന ആളായിരിക്കണം. വലിയ കോടീശ്വരന്മാരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ഓലിക്ക് അങ്ങനെ താല്പര്യമില്ല. അങ്ങനെ കുറച്ച് ഫ്രോഡുകൾ ഇറങ്ങിയിരിക്കുക, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓലിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിക്കുന്നവരെ അങ്ങനെ വിളിക്കുക, അത് നമ്മൾ നോക്കണ്ട. നല്ല പോലെ അന്വേഷിക്കുക, നമുക്ക് ഉണ്ടാവും പോലെയൊക്കെ അന്വേഷിക്കുക, കോളൊക്കെ റെക്കോർഡിലിടുക. അതൊക്കെ തരണം ചെയ്താലും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഭാവിയായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. ഈ പരിസരമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മളെ കോഴിക്കോട് വരെ മാക്സിമം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ആയിക്കോട്ടെ, കർണാടകയിൽ നിന്ന് നമ്മളിനി പോവുകയാണ്. ഇവിടെ തന്നെ അടുത്തൊരു വീഡിയോയും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.